ധനുഷ്കോടി ദേശീയപാത കടന്നുപോകുന്ന ഇടുക്കി നേര്യമംഗലം വനമേഖലയിൽ പാതയോരത്ത് സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തം. രാത്രികാലങ്ങളിൽ ഉൾപ്പെടെ വാഹനാപകടങ്ങൾ സംഭവിക്കുന്ന ഇടമെന്ന നിലയിൽ കാട്ടാനകളുടെ സാന്നിധ്യമുള്ള പ്രദേശമെന്ന നിലയിലും വഴിവിളക്കുകൾ അനിവാര്യം. കൊച്ചി ധനുഷ്കോടി ദേശീയപാത കടന്നുപോകുന്ന നേര്യമംഗലം വനമേഖലയിൽ പാതയോരത്ത് സോളാർ ലൈറ്റുകൾ സ്ഥാപിച്ച് ഇതുവഴിയുള്ള രാത്രിയാത്ര കൂടുതൽ സുഗമമാക്കാൻ നടപടി ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഉയർന്നിട്ടുള്ളത്. ഇരുചക്രവാഹന യാത്രികർ ഉൾപ്പെടെ രാത്രികാലത്തും നേര്യമംഗലം വനമേഖലയിലൂടെ സഞ്ചരിക്കാറുണ്ട്. മൂന്നാറിലേക്കെത്തുന്ന വിനോദസഞ്ചാര വാഹനങ്ങളും രാത്രികാലങ്ങളിൽ ഇതുവഴി കടന്നുപോകുന്നു. രാത്രികാലങ്ങളിൽ ഉൾപ്പെടെ വാഹനാപകടങ്ങൾ സംഭവിക്കുന്ന ഇടമെന്ന നിലയിലും കാട്ടാനയുടെ സാന്നിധ്യമുള്ള പ്രദേശമെന്ന നിലയിലും വഴിവിളക്കുകൾ സ്ഥാപിക്കപ്പെട്ടാൽ വനമേഖലയിലൂടെയുള്ള രാത്രിയാത്ര കൂടുതൽ സുരക്ഷയാകുമെന്നാണ് വാദമുയരുന്നത്. നേര്യമംഗലം മുതൽ വാളറ വരെ വനപ്രദേശങ്ങളിൽ ഈ രാത്രികാലങ്ങളിൽ യാത്ര ചെയ്യുന്ന ടൂറിസ്റ്റുകൾക്കും അതുപോലെ സഞ്ചാരികൾക്കൊക്കെ ഈ കാട്ടാനയുടെ ശല്യം പഴയതിനേക്കാളും വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ അവിടെ ഒരു സോളാർ ലൈറ്റ് സ്ഥാപിച്ച് പണ്ട് മുതൽ ആവശ്യപ്പെടുന്നതാണ്. പ്രധാനപ്പെട്ട കുറച്ച് സ്ഥലങ്ങളിൽ സോളാർ ലൈറ്റ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ റോഡ് കാണാനും ആനയുടെ ശല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് മുൻകൂട്ടി കാണാൻ സാധിക്കും. അപ്പോൾ അതിന് വർഷങ്ങളായിട്ട് ആവശ്യപ്പെടുന്നതാണ്. നമ്മൾ ഈ ഹൈവേ ജാഗ്രത സമിതി നേതൃത്വത്തിൽ നാട്ടുകാരെല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഈ സോളാർ ലൈറ്റ് സ്ഥാപിക്കണം. നേര്യമംഗലം പാലം മുതൽ വാളറ വരെയാണ് വനമേഖലയിലൂടെ സഞ്ചരിക്കേണ്ടതായിട്ടുള്ളത്. അർദ്ധരാത്രി പിന്നിട്ടാൽ വനമേഖലയിലൂടെ കടന്നുവരുന്ന വാഹനങ്ങളുടെ എണ്ണം കുറയും. മൂന്നാറിലേക്കെത്തുന്ന വിനോദസഞ്ചാര വാഹനങ്ങളും ചരക്ക് വാഹനങ്ങളുമാണ് അർദ്ധരാത്രിക്ക് ശേഷം കൂടുതലായി വനമേഖലയിലൂടെ കടന്നുപോകുന്നത്. വനമേഖലയിൽ പലയിടത്തും മൊബൈൽ സിഗ്നൽ ലഭ്യമല്ല. രാത്രികാലത്ത് വനമേഖലയിൽ വെച്ച് വാഹനം തകരാറിലാവുകയോ മറ്റെന്തെങ്കിലും സംഭവിച്ചാൽ യാത്രക്കാർ കൂടുതൽ ദുരിതത്തിലാകും. വിദേശ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ കടന്നുവരുന്ന പാതയെന്ന നിലയിൽ നേര്യമംഗലം വനമേഖലയെ രാത്രികാലത്തും പ്രകാശപൂരിതമാക്കാൻ നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യം. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.